മോഹൻലാൽ ആരാധകർക്ക് സന്തോഷം നൽകുന്ന ചില വാർത്തകളാണ് മോഹൻലാലുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ആന്റണി പെരുമ്പാവൂർ ആണെന്ന് തന്നെ പറയാം. കാരണം അവരുടെ സ്വന്തം പ്രൊഡക്ഷനായ ആശീർവാദ് സിനിമാസിൽ നിന്നും ഒരുപിടി ചിത്രങ്ങളുടെ അനൗൺസ്മെന്റ് വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ജിത്തു ജോസഫുമായി മോഹൻലാൽ ഒന്നിക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് തന്നെ. ദൃശ്യം 3 ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിക്കുന്നെങ്കിലും ഈ കൂട്ടുകെട്ടിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോവുകയാണ്. ആ സർപ്രൈസുകൾ അറിയിച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരും എത്തിയിരിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 32ാമത് നിർമ്മാണമായ നേര് എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നു. കുടുംബത്തെ പോലെയുള്ള ജിത്തു ജോസഫിനും ലാൻസ് സാറിനും ഒപ്പം സഹകരിക്കുക എന്നത് എപ്പോഴും ഒരു പ്രിവിലേജ് ആണ്. അവരുടെ ഒന്നിക്കൽ ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വിജയം സമ്മാനിച്ചു. ശാന്തി മായദേവിയുടെ മികച്ച തിരക്കഥ ഈ അവിശ്വസനീയമായ യാത്രയ്ക്ക് അടിത്തറയിട്ടു. അഭിനേതാക്കളും അണിയറ പ്രവർത്തകരോടും അവരുടെ കഠിനാധ്വാനത്തിനും നേരിനെ ഞങ്ങളുടെ മികച്ച ചിത്രങ്ങളിലൊന്നാക്കി മാറ്റുന്നതിൽ ഞങ്ങളെ പിന്തുണച്ച എല്ലാവരോടും ഞാൻ നന്ദി ഉള്ളവനാണ്. ആശീർവാദ് സിനിമാസിന്റെ ഒരു പ്രധാന നാഴികക്കല്ലിലേക്ക് 32 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ അസാധാരണ ടീമിനൊപ്പം കൂടുതൽ സംരംഭങ്ങൾക്കായി ഞാൻ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുകയാണ്. ഈ പ്രതീക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ആന്റണി പെരുമ്പാവൂരിന്റെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. കാരണം ആന്റണി പെരുമ്പാവൂർ പറയുന്നതിന് മുമ്പേ തന്നെ പുതിയ വമ്പൻ ചില ചിത്രങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ആശീർവാദ് സിനിമാസിന്റെ അണ്ടറിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ തന്നെ പറഞ്ഞു, ഇനി വെറും 32 ദിവസങ്ങളുടെ കാത്തിരിപ്പ്. ആശീർവാദ് സിനിമാസിന്റെ 25 വർഷം ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ അങ്ങനെ ചില ഗംഭീര പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജിത്തു ജോസഫും മോഹൻലാലും ആശീർവാദും ഒന്നിക്കാൻ പോകുന്ന സിനിമ തന്നെയാണ്. ആന്റണി പെരുമ്പാവൂരിന്റെ നിർമ്മാണത്തിൽ വരാൻ പോകുന്ന ദൃശ്യം 3 തന്നെയായിരിക്കുമോ എന്നതാണ് ആ പ്രഖ്യാപനം ഉറ്റുനോക്കുന്നത്. കാരണം കേരളം മാത്രമല്ല ഇത് കാത്തിരിക്കുന്നത്. ദൃശ്യം 3 എന്ന് പറഞ്ഞപ്പോൾ മുതൽ ഇന്ത്യ ഒട്ടാകെ വൈറലായിരുന്നു എന്നതുകൂടി ഓർക്കണം. എന്നാൽ ഇവരുടെ ബാനറിൽ ഏതാണ്ട് 3 സിനിമകളാണ് വരാൻ പോകുന്നത്. അതിൽ തന്നെ ദൃശ്യം ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്ന് മോഹൻലാൽ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ദൃശ്യം സിനിമയ്ക്ക് ഒരു 3ാം ഭാഗം ചെയ്തുകൂടെ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ടെന്ന് പറയുകയാണ് മോഹൻലാൽ. എന്നാൽ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്നും വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണെന്നും മോഹൻലാൽ പറയുന്നു. വലിയ രീതിയിൽ വിജയിച്ച ഒരു സിനിമയുടെ സ്വീക്കൽ ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ആണെന്നും ആളുകൾ എപ്പോഴും ആ സ്വീക്കലിനെ സിനിമയുടെ ആദ്യ ഭാഗവുമായി താരതമ്യപ്പെടുത്തുമെന്നും മോഹൻലാൽ പറയുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റായി മോഹൻലാൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് ദൃശ്യത്തിന് ഒരു 3ാം ഭാഗം ചെയ്തുകൂടെ എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതത്ര എളുപ്പമുള്ള ഒന്നല്ല, വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള കാര്യമാണ്. ഒരു വിജയകരമായ സിനിമയ്ക്ക് 3ാം ഭാഗം കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്. ഒരു സിനിമയുടെ സ്വീക്കൽ ചെയ്യുന്നത് വളരെ ചലഞ്ചിങ് ആയ കാര്യമാണ്. കാരണം ആളുകൾ എപ്പോഴും ആ സീക്വലിനെ സിനിമയുടെ ആദ്യ ഭാഗവുമായി താരതമ്യപ്പെടുത്തും. അത് തീർച്ചയാണ്. ഇപ്പോൾ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൃശ്യത്തിന്റെ 2ാം ഭാഗം വളരെ മികച്ചതാണ്, അപ്പോൾ പിന്നെ എന്തുകൊണ്ട് 3ാമതൊരു ഭാഗം കൂടെ ചെയ്തുകൂടാ എന്നാണ് പറയുന്നത്. ഒട്ടും എളുപ്പമല്ലാത്ത കാര്യമാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല സ്റ്റോറിയോ ഐഡിയകളോ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് എന്ന് മോഹൻലാൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പോകുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ പറയുന്നുണ്ട്, ദൃശ്യം 3 ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് എന്ന രീതിയിൽ. ഏതാണ്ട് 3 സിനിമകൾക്ക് വേണ്ടിയാണ് ആന്റണി പെരുമ്പാവൂരും ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിക്കാൻ പോകുന്നത്. 3 പ്രോജക്റ്റിൽ ഒന്ന് ദൃശ്യം 3 തന്നെയാണ്, മറ്റൊന്ന് നേരിന്റെ 2ാം ഭാഗം. കൂടാതെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഈ 3 പേരും ഒന്നിക്കുന്ന ചിത്രത്തിൽ വരാൻ പോകുന്നുണ്ട്. അതിൽ മോഹൻലാൽ ഒരു പോലീസ് കഥാപാത്രം അവതരിപ്പിക്കുമെന്നാണ് ചില സൂചനകൾ വ്യക്തമാക്കിയത്. ആ 3 പ്രോജക്റ്റുകളിൽ ഏതായിരിക്കും ഇവർ അനൗൺസ് ചെയ്യാൻ പോകുന്നത് എന്നതാണ് കൗതുകത്തോടെ ഇപ്പോൾ പ്രേക്ഷകർ നോക്കിയിരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനമാണ് ആന്റണി പെരുമ്പാവൂർ നടത്താൻ പോകുന്നത്. കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ.